കൂട്ടുകാരെ, ഇന്നത്തെ കഥ എലിയും കാളയും. അതൊരു ഉഷ്ണം നിറഞ്ഞ ദിവസമായിരുന്നു. ഒരു കാള മരത്തണലിൽ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. കാളക്കുട്ടൻ ഒരുപാട് ശബ്ദത്തിൽ കൂർക്കം വലിച്ചു. അതുവഴി പോയ ഒരു കുഞ്ഞലിക്ക് കാളക്കുട്ടന്റെ കൂർക്കം വലി ഒരു കൗതുകമായി തോന്നി. എലി പതുക്കെ കാളക്കുട്ടന്റെ മൂക്കിനകത്തേക്ക് കയറി. കാളക്കുട്ടൻ കൂർക്കം വലിച്ചപ്പോൾ അതിൻ്റെ മൂക്കിൽ നിന്നും ഒരു കുഞ്ഞുമുടി തമാശയ്ക്കായി കുഞ്ഞലി പറിച്ചെടുത്തു. എന്നാൽ കാള പെട്ടെന്നെണീറ്റ് ദേഷ്യത്തോടെ ചോദിച്ചു, ആരാടാ എൻ്റെ ഉറക്കം കെടുത്തിയത്? ആ ചോദ്യത്തിന് കുഞ്ഞലി, എന്നോട് ക്ഷമിക്കണം കാളച്ചേട്ടാ, ഞാൻ വെറുമൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാ. ചേട്ടനെ എഴുന്നേൽപ്പിക്കണമെന്ന് എനിക്കൊരു ഉദ്ദേശവുമില്ലായിരുന്നു. കാളക്കുട്ടന് വല്ലാതെ ദേഷ്യം വന്നു. കാളക്കുട്ടൻ അവനെ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഓടി ഒരു മതിലിനരികിലേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്ന മാളത്തിനകത്ത് ഒളിച്ചിരുന്ന കുഞ്ഞലി കാളക്കുട്ടൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി. കാള വല്ലാത്ത ശക്തിയെടുത്ത് ആ മതിലിനെ ഇടിക്കാൻ തുടങ്ങി. പക്ഷെ അവനെ കൊണ്ട് ആ കുഞ്ഞലിയെ പിടിക്കാനായില്ല. അവൻ അലറി വിളിച്ചു, എടാ വൃത്തികെട്ട എലി, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും മതിലിനെ ഇടിക്കാൻ തുടങ്ങി. ആ മതിലിന്റെ ഫലം എന്താണെന്ന് കാളക്കുട്ടന് അറിഞ്ഞില്ല. അപ്പോൾ കുഞ്ഞലി കാളക്കുട്ടനോട് ഇങ്ങനെ പറഞ്ഞു, എന്തിനാ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നീ നിന്റെ തല എങ്ങനെ ഇടിച്ചു പൊട്ടിക്കുന്നത്? ഇത് കേട്ടതും ഉടൻ തന്നെ കാളക്കുട്ടൻ അവിടെ നിന്നും പോയി. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ, ദേഷ്യം ഒന്നിനും ഒരു പരിഹാരം ആകില്ല. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടമായാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൂട്ടൂ. ഓക്കെ, ബൈ.